ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം. കാറ് വാങ്ങി പണി കിട്ടിയ പല ആളുകളുടെയും കാര്യങ്ങൾ ഞാൻ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇവിടെ യുകെയിലെത്തി ആദ്യമായിട്ടൊക്കെ കാറ് വാങ്ങിക്കുന്ന പലർക്കും അബദ്ധം പറ്റാറുണ്ട്. ഇങ്ങനെ പറ്റിയ പല ആളുകൾക്കും നമ്മൾ ഇടപെട്ടിട്ട് പൈസ തിരിച്ച് വാങ്ങിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ വന്നത്, അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത്രയും നാൾ വന്നിരുന്നത് കാറിന് എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുള്ള കാർ വാങ്ങി പണി കിട്ടിയ ആൾക്കാരുടെ കാര്യമാണ് ഇത്രയും നാൾ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ വന്ന സംഭവം എന്ന് പറയുന്നത്, കാറ് വാങ്ങിച്ചത് ഏകദേശം 7,900 പൗണ്ട് കൊടുത്താണ് വാങ്ങിച്ചത്. ഒരു മലയാളിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ V5 ഡോക്യുമെൻ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഒരാഴ്ചയായി 2 ആഴ്ചയായിട്ട് കിട്ടാതിരുന്നപ്പോൾ ഇവർക്ക് സംശയം തോന്നി, ഈ വാങ്ങിച്ച ടീമിന് സംശയം തോന്നി. അവർ കാറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവസാനം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇതൊരു ക്ലോൺഡ് കാറാണ് എന്നൊരു ഡൗട്ട് നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് ഇതൊരു either മോഷ്ടിക്കപ്പെട്ട കാറായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി റൈറ്റ് ഓഫ് ചെയ്ത കാറ് റിപ്പയർ ചെയ്തിട്ട് മറിച്ച് വിറ്റതായിരിക്കാം. എന്തായാലും ഇവർ ഈ കാർ വിറ്റ ആളുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിനും ഇത് പെട്ടെന്ന് ഒരു ഷോക്കായിരുന്നു. ഇയാൾ കാറ് തിരിച്ചെടുത്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് കാലതാമസം നേരിടുന്നതുകൊണ്ടാണ് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്തത്. ഞാനും ഈ കാർ വിറ്റ ആളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, ഇതൊരു പാകിസ്ഥാനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാറാണ്, വാങ്ങിച്ച് ചെറിയ ലാഭത്തിന് മറിച്ച് വിൽക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹത്തിനുള്ളത്. എന്തായാലും അദ്ദേഹവും വിശദമായിട്ട് ചെക്കൊക്കെ ചെയ്തിട്ടാണ് കാർ വാങ്ങിച്ചതെന്ന് പറയുന്നു. പക്ഷേ ഇത് ഈ ക്ലോൺഡ് കാറാണെന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ വിൻഷീൽഡിൻ്റെ താഴെയായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറും എൻജിൻ നമ്പറും അല്ല V5C ഡോക്യുമെൻ്റ് നമ്പറും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ജെനുവിൻ കാറായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇത് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പല മേജർ ഡീലർമാർക്ക് ഉൾപ്പെടെ ഇതുപോലത്തെ വിഷയങ്ങളിൽ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കാർ വിൽപ്പനക്കാരനായിട്ടുള്ള മലയാളിയാണ്. അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്. അദ്ദേഹം ഈ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്തായാലും പ്രശ്നം വളരെ സീരിയസ് ആണ്. ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പലർക്കും പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാർ വാങ്ങിക്കുന്നവരെല്ലാവരും ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാറിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള പല ഓപ്ഷൻസും ഉണ്ട്. അതറിയാവുന്ന ആളുകൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ കയ്യിൽ കിട്ടിയ ചില ലിങ്ക്സ് കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കേട്ടിരുന്ന എല്ലാവർക്കും